ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, പലതരത്തിൽ ഇന്ത്യയുടെ ഉറ്റുനോക്കുന്നത് ഒരു വശത്താണ് എന്നുള്ളതിനപ്പുറം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഒരു ഇമേജ് ബിൽഡിങ് ഇതിനകത്ത് വല്ലാതെ ഉണ്ട്. അത് ഒരു ഡീൽ മേക്കർ ഇമേജ് എന്നുള്ളത് മാത്രമല്ല, പല തരം അപവാദ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകീർത്തികളിൽ നിന്നുകൂടി രക്ഷപ്പെടാനുള്ള ഒരു അവസാന ശ്രമമായിട്ട് ട്രംപിനെ കാണുന്നത് ഈ അലാസ്ക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് വേണമോ തുടങ്ങാൻ? ഇത് ആരെക്കാളും, യുക്രൈനേക്കാളും റഷ്യയെക്കാളും ഈ ഉച്ചകോടി വിജയമാകേണ്ട ആവശ്യം ഡൊണാൾഡ് ട്രംപിനാണോ? അങ്ങനെയാണ് തീർച്ചയായും അപർണ. ലീഡർ ഷുഡ് ബി എ ഡീലർ ഓൾസോ ആൻഡ് വൈസ് വേഴ്സ. ഇത് ട്രംപിൻ്റെ ഒരു തിയറിയാണ്. അപ്പോൾ ഏത് കാര്യത്തിനും ഒരു ഡീൽ മേക്കിംഗ് ആണ് ശാശ്വത പരിഹാരം എന്ന് വിശ്വസിക്കുന്ന ട്രംപ് അത് സമസ്ത ലോകത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കൂടുതലും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ്. ആകെ കൺഫ്യൂഷനിലാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു ഡീൽ മേക്കിംഗ് അത് റഷ്യയുമായി ഉൾപ്പെടെ, ഇപ്പോൾ ഈ ഓഗസ്റ്റ് 15 നാളത്തെ ദിനം വളരെ നിർണായകമാണ് ലോക വിപണികളെ സംബന്ധിച്ചിടത്തോളം, ലോക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. ബെറിംഗ് സ്ട്രെയ്റ്റിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ, ജൈജാൻറ്റിക് കൺട്രീസ്, ബെറിഞ്ചിയ എന്നാണല്ലോ പറയുക. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ തന്നെ പറയുന്നത് ബെറിംഗ് സ്ട്രെയ്റ്റിൻ്റെ കിഴക്കുള്ള അലാസ്ക, പടിഞ്ഞാറുള്ള റഷ്യ. ഇത് രണ്ടും അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ അലാസ്ക അമേരിക്കയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആ സ്ട്രെയ്റ്റ് കടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആ ഒരു സൗഹൃദം അത് ട്രംപിനെ നോബൽ സമ്മാനത്തിൽ കൊണ്ടെത്തിക്കുമോ? ഇതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നിർണായക വിഷയം അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. അതിൽ റിപ്പബ്ലിക്കൻസ് മാത്രമല്ല, ഡെമോക്രാറ്റ്സ് ഉണ്ട്, ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ് ഉണ്ട്, എവർഗ്രീൻ ലീഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ആശയക്കുഴപ്പത്തിലാണ്. ട്രംപിനെ കയറൂരി വിടാനും വയ്യ, ട്രംപ് കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ തിരിച്ചു കയറ്റാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് റഷ്യയുമായി ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഡീൽ സാധ്യമാകുമോ എന്നതാണ് വിഷയം. ഇവിടെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു, ദിമിത്രി മെദ്വദേവും അതിനു മുമ്പ് പറഞ്ഞു വെച്ചു, നിങ്ങൾ ഇസ്രയേലിനോട് കൈകാര്യം ചെയ്യുന്നത് പോലെ, ഇറാനെ കൈകാര്യം ചെയ്യാൻ നോക്കിയതുപോലെ, ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയോട് ഇടപെട്ടതുപോലെ ട്രംപിനോട് ഇടപെടുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. പുടിനോട് ഇടപെടുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. കാരണം വ്ളാഡിമിർ പുടിൻ ഹാസ് എ ക്ലിയർ അജണ്ട. അദ്ദേഹത്തിന് വേണ്ടത് ടെറിട്ടോറിയൽ കൺട്രോളാണ്. ഉക്രൈൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് 20% ഒന്നുകിൽ റഷ്യൻ വേരുകളുള്ള അല്ലെങ്കിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളാണ്. ആ ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ അല്ലാതെ മറ്റൊരു കാര്യത്തിലും റഷ്യ അടുക്കില്ല എന്ന് കൃത്യമായ മെസ്സേജ് ട്രംപിന് കൊടുത്തു കഴിഞ്ഞു. ട്രംപിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കൺവിൻസ് ചെയ്യുക, എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുക. ടെറിട്ടറി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും അമേരിക്ക തയ്യാറാവരുത്. ആയാൽ അമേരിക്കയുള്ള നിലപാട് പുനഃപരിശോധിക്കും എന്നതാണ് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നിലപാട്. അതുകൊണ്ട് അത് സ്മൂത്തൻ ചെയ്യുന്ന തിരക്കിലാണ്. ഈ നിമിഷങ്ങളിൽ നിരന്തരമായ കൂടിയാലോചനകളാണ് യൂറോപ്യൻ യൂണിയനിലെ, പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ശക്തികളും ട്രംപും തമ്മിൽ ചർച്ചകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാളെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം നാളെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സമയം രാത്രിയിലാണ് പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഒറ്റ കാര്യമാണ് പുടിൻ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യയുടെ സിംഹഭാഗങ്ങൾ വിട്ടുതരാൻ ഉക്രൈനോട് പറയുക. അത് ഞങ്ങൾ എഗ്രി ചെയ്യാം. ഇതുവരെ ധാരണയായിട്ടില്ല. അതുകൊണ്ട് നാളെ ഒരു തീരുമാനമാവുകയാണെങ്കിൽ ഇന്ത്യയായിരിക്കും വിശ്വാസങ്ങൾ ഉതിർക്കുക. കാരണം അപ്പോൾ റഷ്യ ശത്രുവല്ലാതാവും. റഷ്യയുമായിട്ടുള്ള കച്ചവടം ഒരു അപ്രസക്തമായ കാര്യമാണ്. റഷ്യക്കെതിരെ ഉപരോധമുണ്ടാവില്ല, ഇന്ത്യക്കെതിരെ ഒരു ഉപരോധത്തിനും സാധ്യതയില്ല. പിന്നീടുള്ളത് 25% ഉപരോധം ചർച്ചകളിലൂടെ, വീണ്ടും ഉപരോധമല്ല 25% നികുതി, ടാരിഫ് ചർച്ചകളിലൂടെ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുമോ എന്നത് മാത്രമാണ്. അതുകൊണ്ട് നിർണായകമായ മണിക്കൂറുകളിലൂടെ എനിക്ക് ഓരോരോ ഘട്ടമായിട്ട് പറയാം അതിൻ്റെ കാര്യങ്ങളാണ്. ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഒരു വശത്ത്, റഷ്യയുടെ നിലപാട്, അതൊക്കെ ഡോക്ടർ മോഹൻ വർഗീസ് അതിലേക്ക് ഞാൻ വരുന്ന ശ്രീ MS വേണുഗോപാൽ, എപ്സ്റ്റൈൻസ് ഫയൽ കേസ് നേരിടുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിൽ അവസാനിപ്പിച്ചതിലൊക്കെ താനാണെന്നൊക്കെ പറഞ്ഞ് ഒരു 8 കാര്യം അമ്മുഞ്ഞ പ്രതിച്ഛായൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിലേക്ക് കിടക്കാൻ പല കടമ്പയുമുണ്ട്. അതിൽ അലാസ്ക ഉച്ചകോടി അതീവ നിർണായകമാകുന്നു. അപ്പോൾ ട്രംപ് ഉറ്റുനോക്കുന്നു ഈ ഉച്ചകോടി എന്ന് പറഞ്ഞുകൊണ്ട് വേണമോ റഷ്യയും യുക്രൈനും പിന്നീട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും വരാൻ?
തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എനിക്ക് പണം കിട്ടണം, എനിക്ക് പ്രശസ്തി കിട്ടണം, എനിക്ക് സ്ഥാനം കിട്ടണം. ഇപ്പോൾ രണ്ടാമത് പ്രസിഡൻ്റ് ആകാത്തപ്പോൾ തന്നെ അദ്ദേഹം ആകെ പതറിപ്പോയി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്രസിഡൻ്റായിട്ടിരിക്കാൻ ഒബാമയ്ക്ക് കഴിഞ്ഞു, എനിക്ക് മുൻപുള്ള പലർക്കും കഴിഞ്ഞു, എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തിരിച്ച് പിടിക്കുമോ എന്നുള്ള വെപ്രാളമായിരുന്നു അദ്ദേഹം ഈ നാളുകളിലെല്ലാം കാണിച്ചത്. തിരിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മോഹം മാറി. ഒബാമയെ പോലെ എനിക്ക് നോബൽ പ്രൈസ് കിട്ടണം, ഒബാമയെ പോലെ എനിക്ക് വളരെ ആരാധ്യ പുരുഷനായിട്ട്, അതായത് US-നെ രക്ഷിക്കുന്ന ഒരു പുരുഷനായിട്ട് എനിക്ക് മാറണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലെ അദ്ദേഹത്തിൻ്റെ ഓരോ ഡീലും സംസാരവും നടത്തുന്നത്. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മോശമായ ലോകത്തെ ഒരു നയതന്ത്ര ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഒരു ലോക റൗഡിയുടെ ശൈലിയിലാണ് അദ്ദേഹം നയതന്ത്ര ബന്ധങ്ങളെ പോലും കാണുന്നത്. റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ് 2 മിനിറ്റിനകം ഞാൻ ഈ സംഭാഷണത്തിൻ്റെ അന്തസത്ത പിടിച്ചു കളയും, അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. അതുപോലെ തന്നെ ഈ രണ്ടാമതൊരു ചർച്ച വേണോ എന്നുള്ളത് പോലും ഞാൻ ഈ സംസാരത്തിലൂടെ ഞാൻ നിശ്ചയിക്കും. ഇത് നേരെ പോയാൽ മാത്രമേ രണ്ടാമതൊരു ചർച്ചയുള്ളൂ. ഈ വിധത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച, പ്രത്യേകിച്ച് പുടിനെ പോലുള്ള ആൾ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പുടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സൈലൻ്റാണ്, റിസർവ്ഡ്. അദ്ദേഹം തൻ്റെ പവർ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ പവർ, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ് പുടിൻ. അപ്പോൾ ഈ 2 വ്യക്തികൾ ഒന്നിച്ചു കൂടുമ്പോൾ ഒരാൾ വിടുവായത്തം പറയുന്നു, ഒരാൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം KGBയുടെ തലവനായിരുന്ന കാലം മുതൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ്? സ്വന്തം ശരീരം, ആരോഗ്യമൊക്കെ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ മനസ്സ് വളരെ ഏകാഗ്രമാക്കി നിർത്തുക, ഇതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇഷ്യൂസിൽ പോലും അദ്ദേഹം ഒരു പോയിന്റ് കണ്ടെത്തി അതിൽ പിടിച്ചു നിൽക്കുക. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് വരെ ഉയർന്നത്. ഇപ്പോഴും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു. തകർന്നു പോകുമെന്ന് വിചാരിച്ചപ്പോൾ പോലും തകരാതെ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇന്നും അദ്ദേഹം ഈ ട്രംപ് നടത്തിയ വെല്ലുവിളി പോലൊരു വെല്ലുവിളി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന ഒന്നും തന്നെ അലാസ്കയിൽ നടക്കാൻ പോണില്ല, സമ്മതിക്കില്ല എന്ന് അദ്ദേഹം ഭംഗ്യം തന്നെ പറഞ്ഞു. അതായത് ട്രംപിൻ്റെ ഈ മൂച്ചും വെല്ലുവിളിയും എല്ലാം തകർക്കുന്ന വിധത്തിൽ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ, അതായത് രാഷ്ട്രത്തിൻ്റെ താല്പര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ ആ കിഴക്കൻ ഭാഗങ്ങൾ ഒന്നും തന്നെ തൊടാൻ സമ്മതിക്കുന്ന ലക്ഷണമില്ല എന്നാണ്. അല്ലെങ്കിൽ വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങൾ, മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞങ്ങൾ പിടിച്ചു വയ്ക്കുന്നു തന്നെയാണ് പറയുന്നത്. ഇത് ട്രംപിനൊരു വെല്ലുവിളിയാണ്. ഒരുപക്ഷേ ഇത് ട്രംപും പുടിനും തമ്മിലെന്ന് പറയുന്ന ഡിസ്കഷനിലാണേലും ബാക്ക് ഓഫീസ് 2 സൈഡിലും ഉണ്ട്. അവരുടെ ഒരു ഡീലും കൂടെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ മുന്നോട്ട് പോക്ക്. ഉക്രൈൻ, അതുപോലെ തന്നെ ക്രെംലിൻ്റെ ടീം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ടീമുണ്ട്. അവർ രണ്ടുപേരും ഇപ്പം തന്നെ ചർച്ചകൾ ഒക്കെ പലതും നടത്തി കഴിഞ്ഞു. ഇനി നാളത്തേത് ഒരു ഷോ ഓഫ് തന്നെ ആയിരിക്കും. അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ആ ഉറ്റുനോക്കുന്നതിൽ നമുക്ക് ആ ഘട്ടത്തിലേക്ക് കൂടെ പറയാം. ഞാൻ